അല്ലാഹുമ്മ സ്വല്ലി വസല്ലം വബാരിക് അലൈഹി. ഒരുപാട് പേര് നമ്മളോട് പറയാറുണ്ട് ഉസ്താദേ, നല്ല ഏത് കാര്യം ചെയ്താലും ഒരു വിജയം, ചിലതൊക്കെ തടസ്സങ്ങൾ വന്ന് മുടങ്ങി പോകുന്നു. കച്ചവടം തുടങ്ങി അത് പൊട്ടിപ്പോയി, പല ജോലികളും ചെയ്തു നോക്കി, ഒന്നിലും ഒരു രക്ഷയും കിട്ടുന്നില്ല. കിട്ടുന്ന വരുമാനം കൊണ്ട് ഒന്നും തികയുന്നില്ല. എന്ത് ചെയ്താലും തടസ്സങ്ങളാണ്. ഒന്നിനും ഒരു മെച്ചം കിട്ടുന്നില്ല, ഒന്നിനും ഒരു വിജയം കിട്ടുന്നില്ല. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ എന്ന് പലരും ചോദിക്കപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആത്മാർത്ഥമായി ഈ പറയുന്നത് പോലെ ചെയ്താൽ നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം മാറി നിങ്ങളുടെ ജീവിതത്തിൽ, അഥവാ നമ്മളുടെ ജീവിതത്തിൽ എല്ലാം നല്ല വിജയം കിട്ടുന്നതാണ് ഇൻഷാ അല്ലാഹ്. മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്ന ഈ മഹത്തായ ഈ ഒരു ചെറിയ സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആ സൂറത്ത് നിങ്ങൾ വേണ്ടതുപോലെ ഓതിയാൽ, പ്രത്യേകിച്ച് ഈ മാസം ഏതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം പരിശുദ്ധമായ റജബ് മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സഹാബാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്, പരിശുദ്ധമായ റജബ് മാസം യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസമാണ്. റജബുൻ ഷഹറുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാണ്. ശഅബാനു ഷഹ്രി, ശഅബാൻ എന്റെ മാസമാണ്. റമളാനു ഷഹ്റു ഉമ്മത്തി, റമളാൻ എന്റെ സമുദായത്തിന്റെ മാസമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അത്ര മഹത്തായ മാസമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഏത് മാസം? ഈ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജബ് മാസം കടന്നു വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുവേ നീ എനിക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, പരിശുദ്ധ റജബിലും ശഅബാനിലും നീ ബർക്കത്ത് നൽകണേ അല്ലാഹ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്രയും പവിത്രമാക്കപ്പെട്ട മാസമാണ്. അല്ലാഹുവിനോട് ധാരാളം ബർക്കത്ത് ചോദിക്കേണ്ട മാസമാണ്. അതുകൊണ്ട് ഈ മാസത്തിൽ നിങ്ങൾ എല്ലാവരും ഒരുപാട് ബർക്കത്ത് അല്ലാഹുവിനോട് ചോദിക്കുക. അല്ലാഹു എന്റെ മുതൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്, എന്റെ സമ്പത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്, എന്റെ ശരീരങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്, എന്റെ മക്കളിൽ ബർക്കത്ത് നൽകണേ. പടച്ചവനെ, ഈ ഭൂമിയിൽ എന്തെല്ലാം നീ എനിക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ ബർക്കത്ത് നൽകണേ അല്ലാഹ് എന്ന് അല്ലാഹുവിനോട് നമ്മൾ എപ്പോഴും ചോദിച്ചു കൊണ്ടേയിരിക്കുക. അപ്പോൾ പ്രത്യേകിച്ച് ഈ ബർക്കത്തിന്റെ മാസം ഈ സൂറത്ത്, ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു ചെറിയ സൂറത്ത് നിങ്ങൾ ഓതിയിട്ട് അല്ലാഹുവിനോട് ചോദിച്ചാൽ തീർച്ചയായും അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ പറയാൻ പോകുന്നത് ഒരു ചെറിയ സൂറത്തിനെ കുറിച്ചിട്ടാണ്. ഇത് നാം നിയ്യത്താക്കി 7 ദിവസം ഓതുകയാണ് എങ്കിൽ, പ്രത്യേകിച്ച് പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം, അല്ലാഹു ഒരുപാട് ബർക്കത്തുകൾ നൽകപ്പെടുന്ന മാസമാണ്. അപ്പോൾ ഈ മാസമൊക്കെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് പോലെ നമ്മൾ ഇബാദത്ത് ചെയ്താൽ വലിയ വിജയങ്ങൾ നമുക്കുണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ഒരു ചെറിയ സൂറത്ത് നാം നിയ്യത്താക്കി 7 ദിവസം ഓതുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറും ഇൻഷാ അല്ലാഹ്. അത്രയ്ക്ക് മഹത്വം നിറഞ്ഞ ഒരു സൂറത്താണ്. ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ ഇബ്ലീസ് പോലും വാവിട്ട് കരഞ്ഞുപോയി. 7 ദിവസം കൊണ്ട് നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഏത് വിഷയവും ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് നല്ല ഇഖ്ലാസോടെ നിങ്ങൾ ഓതിയാൽ 7 ദിവസം കൊണ്ട് നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും. നല്ലവണ്ണം നിയ്യത്താക്കി നിങ്ങൾ ഓതുക. ഇത് 7 വട്ടം ഓതാൻ ഒരുപാട് സമയമൊന്നും വേണ്ട, കൂടിയാൽ 10 മിനിറ്റ് മതി. ഇത് ഓതുന്നവരുടെ കടങ്ങൾ അല്ലാഹു വീട്ടിൽ കൊടുക്കുന്നതാണ്. അത് മാത്രമല്ല സാമ്പത്തിക ഉയർച്ച അല്ലാഹു നൽകുന്നതാണ്. ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്നും സിഹ്റിൽ നിന്നും അല്ലാഹു കാവൽ നൽകുന്നതാണ്. ഇത് ഓതുന്നവരുടെ കടം അല്ലാഹു വീട്ടിൽ കൊടുക്കുന്നതാണ്. കടക്കാറുണ്ടെങ്കിൽ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ ഈ സൂറത്ത് നിങ്ങൾ ഓതി നോക്കുക, ഇൻഷാ അല്ലാഹ് വലിയ വിജയം നിങ്ങൾക്ക് കാണുന്നതാണ്. അതുപോലെ തന്നെ സാമ്പത്തിക ഉയർച്ച അല്ലാഹു നൽകുന്നതാണ്. പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹു, കണ്ണേറുകളിൽ നിന്നും സിഹ്റുകളിൽ നിന്നും ഈ സൂറത്ത് ഓതുന്നവരെ അല്ലാഹു രക്ഷപ്പെടുത്തുന്നതാണ്. എത്രയോ പേര് സിഹ്റിൽ കുടുങ്ങി, മാരണത്തിൽ കുടുങ്ങി, അതുപോലെ തന്നെ കൂടോത്രങ്ങളിൽ കുടുങ്ങി കിടക്കുന്നവരുണ്ട്. അല്ലാഹുവേ
അതിൽ നിന്നെല്ലാം ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഅ്മിനീങ്ങൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവരെയും ഞങ്ങളുടെ മക്കളെയൊക്കെ നീ കാക്കണേ അല്ലാഹ്. ഈ സൂറത്തിന്റെ മഹത്വം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മഹാരഥന്മാരായ സഹാബാക്കൾ ഈ സൂറത്തിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്ത് നമുക്ക് നോക്കാം. കുറച്ച് സഹാബാക്കൾ ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഭക്ഷണം കൊടുക്കാൻ സഹാബിമാർ ആവശ്യപ്പെട്ടപ്പോൾ ഒരു മാനുഷിക പരിഗണന വെച്ച് ഒരു യാത്രക്കാരിങ്ങനെ പോകുമ്പോൾ അവർ ഭക്ഷണം ആവശ്യപ്പെട്ടാൽ നമ്മൾ ഭക്ഷണം കൊടുക്കണം. അപ്പൊ മഹാരഥന്മാരായ സഹാബാക്കൾ അവരിങ്ങനെ യാത്ര പോയപ്പോൾ ഭക്ഷണം കൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഭക്ഷണം കൊടുക്കാത്ത വീട്ടുകാരിലുള്ള ഒരു മനുഷ്യൻ വന്ന് ചോദിക്കുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ മന്ത്രിക്കാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? കാരണം നമ്മുടെ ഗോത്രത്തലവന് വിഷജീവിയുടെ വിഷമേറ്റിട്ടുണ്ട്. പാമ്പിന്റെയോ തേളിന്റെയോ കടിയേറ്റിട്ടുണ്ട്. അതുകൊണ്ട് കാല് വികസിച്ച് വീർത്ത് വരികയാണ്. നടക്കാൻ പോലും കഴിയാതെ വിഷമിച്ചിരിക്കുന്നു. അതും ഗോത്രത്തലവനാണ്. അപ്പോൾ സഹാബത്ത് പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ മന്ത്രിക്കാൻ അറിയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നിങ്ങളാണെങ്കിൽ ഞങ്ങൾ ഇതിലേക്കൂടെ കടന്നുപോയപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം തരാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് വെറുതെ അങ്ങനെ മന്ത്രിച്ച് തരാൻ പറ്റില്ല. കാരണം മാനുഷിക പരിഗണന എന്ന നിലയ്ക്ക് ഭക്ഷണം ചോദിച്ചിട്ട് തരാത്ത കൂട്ടരാണ് നിങ്ങൾ. ഞങ്ങൾ യാത്രക്കാരാണ്. നമ്മൾ ഏത് യാത്രക്കാരനും ഭക്ഷണം ചോദിച്ചു വന്നാൽ ഭക്ഷണം കൊടുക്കേണ്ടത് ഒരു മനുഷ്യന്റെ അവകാശമാണ്. കാരണം രാത്രിയിൽ നല്ല ക്ഷീണമുണ്ട്, പ്രയാസങ്ങളുണ്ട്. അത് മനസ്സിലാക്കിയ നിങ്ങൾ ഭക്ഷണം തരാത്തവരാണ്. അതുകൊണ്ട് വെറുതെ മന്ത്രിച്ച് തരാൻ ഞങ്ങളില്ല. മന്ത്രിക്കുന്നതിന്റെ ഫലമായിട്ട്, മന്ത്രിക്കുന്നതിന്റെ കൂലിയായിട്ട് നമുക്ക് എന്തെങ്കിലും തരണം. എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ തരാം എന്ന് പറഞ്ഞ് കൂട്ടത്തിൽ ഒരു സഹാബിയെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. സുബ്ഹാനല്ലാഹ്. നോക്കൂ മുഅ്മിനീങ്ങളെ, സഹാബാക്കൾ അവരോട് ഭക്ഷണം ചോദിച്ചിട്ട് കൊടുത്തില്ല. അവസാനം അവര് ഗോത്രത്തലവന് വിഷം തൊട്ടപ്പോൾ ആ വിഷത്തിനെ ചികിത്സിക്കാനായി, ആ വിഷത്തിന് മന്ത്രിക്കാനായി ഒരു സഹാബത്തിനെ അവർ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ആ സഹാബി ഈ പറയുന്ന സൂറത്ത് അഥവാ സൂറത്തുൽ ഫാത്തിഹ നമുക്കെല്ലാവർക്കും അറിയാം. സൂറത്തുൽ ഫാത്തിഹ ഓതുകയാണ്. ഞാൻ ഓതിത്തരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ. ഈ പറയുന്ന സൂറത്ത് ഒരൊറ്റ പ്രാവശ്യം ഓതി കാലിൽ ഓതിയപ്പോഴേക്കും വിഷാംശങ്ങൾ മുഴുവൻ ഇറങ്ങിപ്പോയി. കാല് ബന്ധിച്ചു വെക്കാൻ പോലും കഴിയാത്ത ആ മനുഷ്യൻ സുഖമായി നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ ഖുർആനിൽ എത്ര അമാനുഷികതയുള്ള ഗ്രന്ഥമാണ്. അത് മനസ്സറിഞ്ഞ് നമ്മൾ ഓതിയാൽ, നല്ല ഈമാനോട് ഓതിയാൽ ഇൻഷാ അല്ലാഹ് അതിന് നമുക്ക് ഫലം കിട്ടുന്നതാണ്. അവ സൂറത്തുൽ ഫാത്തിഹ ഒരു പ്രാവശ്യം ഓതി വന്ദിച്ചപ്പോൾ ആ മനുഷ്യൻ സുഖമായി നിൽക്കുന്നു, സുഖമായി ഇരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തിന്റെ കാലിന് ഒരു പ്രശ്നവുമില്ല. ആ യാത്രക്കാരിൽ നിന്ന് 30 പേരുണ്ടായിരുന്നു. ആ യാത്രയുടെ ആളുകളുടെ എണ്ണം അനുസരിച്ച് അവർ ആ രോഗം മാറിയ കാരണത്താൽ 30 ആടുകളെ കൊടുത്തു. എന്താണ് ഈ 30 ആടുകളുമായി മന്ത്രിക്കാൻ പോയ സഹാബി തിരിച്ചു വരുമ്പോൾ സഹാബിമാർ വലിയ സൂക്ഷ്മതയുള്ളവരാണ്. അവർ ചോദിച്ചു, സഹാബിമാർ 2 പക്ഷമായി. ഒരു കൂട്ടർ പറഞ്ഞു, ഖുർആൻ ഓതി മന്ത്രിച്ചതിന്റെ ഫലം വാങ്ങാൻ പറ്റുമോ? നിങ്ങൾ വാങ്ങിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാങ്ങിയതായി നമ്മൾ കണ്ടിട്ടില്ല. മറ്റേ കൂട്ടർ പറഞ്ഞു, ഖുർആൻ ഓതി മന്ത്രിച്ചതിന്റെ ഫലം വാങ്ങുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. യാത്ര മധ്യേ വിശപ്പ് സഹിക്കാൻ വയ്യാതെ കുറച്ച് ആടുകളെ അറുത്ത് ഭക്ഷണം തയ്യാറാക്കി ഭക്ഷണം കഴിച്ചവരുമുണ്ട്. വയറിന്റെ വിശപ്പടക്കാൻ വേണ്ടി മാത്രം അല്പം കഴിച്ചവരുമുണ്ട്. ഇവർ അങ്ങനെ ആ യാത്രയിൽ മദീനയിലെത്തി. ഉടൻ ആദ്യമായവർ പോയത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് കാര്യം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, പൊന്നാര നബിയേ,
അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ ഇന്ന ഇന്ന വിഷയങ്ങളെ കൊണ്ടായി ഞങ്ങൾക്ക് ഭക്ഷണം തരാത്തൊരു സമൂഹത്തിന്റെ ഇടയിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ അവരിൽ ഒരാൾക്ക് വിഷം തൊടുകയും അത് അവരിൽ ഒരാളെ പോയി ഞങ്ങൾ മന്ത്രിക്കുകയും ഫാത്തിഹ ഓതി മന്ത്രിച്ചപ്പോൾ അവർ 30 ആട് തന്നു യാ റസൂലല്ലാഹ്. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഞങ്ങളത് നടത്ത് ഭക്ഷിച്ചു പോയി. അള്ളാഹുവിന്റെ റസൂലിനോട് അവർ പറയുകയാണ്, പൊന്നാനി നബിയേ, ഇതിന് വല്ല കുഴപ്പമുണ്ടോ? ഇതെന്തെങ്കിലും കുഴപ്പമുണ്ടോ നബിയേ? അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വാങ്ങിയതിന് ഒരു തകരാറുമില്ല. കൂലി വാങ്ങാൻ ഏറ്റവും നല്ലത് അള്ളാഹുവിന്റെ കിതാബാണ്, അള്ളാഹുവിന്റെ ഖുർആനാണ്, അള്ളാഹുവിന്റെ ഖുർആനാണ്. അതിലൊരു സൂറത്തില്ലേ നിങ്ങൾ ഓതി കൊടുത്തത്? അതുകൊണ്ട് വലിയ ശിഫ അല്ലാഹു ആ മനുഷ്യന് നൽകിയില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന്റെ കാലിന്റെ രോഗം അല്ലാഹു ശിഫയാക്കിയില്ലേ? അപ്പോൾ ആ ഭക്ഷണം ഏറ്റവും നല്ല ഭക്ഷണമാണ്. കാരണം നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ അല്ലാഹുവിന്റെ ഖുർആൻ സഹാബാക്കൾ ഓതിയപ്പോൾ നല്ല ഈമാനോടെ യഖീനോടെ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിന്റെ കലാമാണ്, ഇത് ഓതിയാൽ അല്ലാഹു ഒരുപാട് കൂലി നൽകുന്നതാണ് എന്നുള്ള ഉറപ്പോടെ സഹാബത്ത് ഓതി മന്ത്രിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് മനുഷ്യന്റെ രോഗം ശിഫയായി എന്നുള്ളതാണ്. അപ്പോൾ ഒരു മനുഷ്യനുള്ളൊരു വിഷമം, ഒരു മനുഷ്യനുള്ള രോഗം, ഒരു മനുഷ്യനുള്ള പ്രയാസം നീക്കുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നതിന് റബ്ബിന് ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ സൂറത്ത് പതിവായി നിങ്ങൾ പാരായണം ചെയ്താൽ അല്ലാഹു എന്ത് ചോദിച്ചാലും അവന് നൽകുന്നതാണ്. അതുപോലെ തന്നെ കടങ്ങൾ ധാരാളമുള്ളവർ ഈ സൂറത്ത് പതിവായി പാരായണം ചെയ്താൽ കടങ്ങൾ തീർക്കാനുള്ള മാർഗങ്ങൾ അല്ലാഹു കാണിച്ചു കൊടുക്കുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കടക്കാർക്കുണ്ടെങ്കിൽ സൂറത്ത് ഓതിക്കൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ സിഹ്ർ കണ്ണീരിൽ നിന്നും കാവൽ ലഭിക്കും. നമസ്കരിക്കുമ്പോൾ ചിലർക്ക് മടിയും ക്ഷീണവും തളർച്ചയും ഉണ്ടാകും, അല്ലേ? ചിലർക്കുണ്ടാകും. അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ, രക്ഷകെട്ടാൻ, ഇബാദത്തിൽ താല്പര്യം വരാനും ആത്മാർത്ഥതയോടെ ശ്രദ്ധയോടെ നിസ്കരിക്കാൻ വേണ്ടിയുള്ള ഒരു ഉന്മേഷം ഈ സൂറത്ത് പതിവായി ഓതിയാൽ കിട്ടുന്നതാണ്. ഈ സൂറത്തിന് അറിയപ്പെടുന്നതാണ്. എല്ലാവർക്കും ഒരു മാതാവുണ്ട്. അതുപോലെ പരിശുദ്ധ ഖുർആനിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന സൂറത്തുൽ ഫാത്തിഹ ഞാൻ ഓതിത്തന്നു. അപ്പോ ഒരുപാട് മഹത്വങ്ങളുണ്ട് ഈ സൂറത്ത്. ഈ സൂറത്ത് ആവശ്യങ്ങൾ നിറവേറാൻ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടതെന്ന് മഹാന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. സുബഹി നമസ്കാരം കഴിഞ്ഞ് അദ്കാറുകളും സലാത്തുകളും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്താ ആഗ്രഹമുള്ളത് അത് നേടിയെടുക്കാൻ വേണ്ടി അത് മനസ്സിൽ കരുതുക. അല്ലാഹുവേ, ഈ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് എനിക്ക് നീ എന്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരണേ അല്ലാഹ് എന്ന നല്ല നിയത്തോടുകൂടി ഇടയിൽ സംസാരിക്കാതെ സൂറത്തുൽ ഫാത്തിഹ നിങ്ങൾ 7 വട്ടം ഓതുക. ഇങ്ങനെ 7 ദിവസം തുടർച്ചയായി ചെയ്യുക. ഇങ്ങനെ ഓതി ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായി നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സാധിപ്പിച്ചു തരും എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. നല്ല ഇഖ്ലാസോടെ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഓതേണ്ടിയുള്ളത്? അത് മറന്നു പോകരുത്. നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ആവശ്യം, ഒരുപാട് ആഗ്രഹമുള്ളവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ ജോലിയില്ലാത്തവരുണ്ട്, ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്, അങ്ങനെ കച്ചവടം ചെയ്യുന്നവരുണ്ട്, പുരോഗതിയില്ലാത്തവരുണ്ട്, കടങ്ങൾ കൊണ്ട് വലിയുന്നവരുണ്ട്. വ്യത്യസ്തമായ ആഗ്രഹമാണ് മനുഷ്യർക്ക്. രോഗമുള്ളവരുണ്ട്. അങ്ങനെയുള്ള എല്ലാവരും സുബഹി നമസ്കാരം കഴിഞ്ഞ് സാധാരണ നമ്മൾ ചെല്ലാറുള്ള ദിക്റുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആഗ്രഹം എന്താണോ അത് മനസ്സിൽ കരുതിക്കൊണ്ട് അല്ലാഹുവേ, ഈ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് എനിക്ക് നീ എന്റെ ആഗ്രഹം സാധിപ്പിച്ചു തരണേ അല്ലാഹ് എന്ന നിയത്തോടുകൂടി ഇടയിൽ സംസാരിക്കാതെ, മറ്റ് സംസാരങ്ങളില്ലാതെ സൂറത്തുൽ ഫാത്തിഹ 7 പ്രാവശ്യം നിങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഓതുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വലിയ വിജയം കിട്ടുന്നതാണ്. സൂറത്തുൽ ഫാത്തിഹ ഇങ്ങനെ പതിവായി ഓതി വന്നാൽ അവനിക്ക് അത്ഭുതങ്ങൾ കാണാം. അതായത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ കണ്ടു അവൻ തന്നെ അത്ഭുതപ്പെട്ടു പോകും. സുബ്ഹാനല്ലാഹ്, അവന്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാകും. അവൻ തന്നെ അത്ഭുതപ്പെട്ടു പോകും. ദിവസവും 41 തവണ ഈ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്താൽ അവന് വേണ്ടുന്ന എല്ലാ ആവശ്യങ്ങളും അല്ലാഹു നിറവേറ്റി കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്കുക.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹലാലായ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുന്നതാണ്. ശരീരവേദനയുള്ളവർ 40 വട്ടം ഈ സൂറത്ത് പാരായണം ചെയ്താൽ അവന്റെ വേദന അല്ലാഹു മാറ്റിക്കൊടുക്കും. ഒരുപാട് പേര് രോഗങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ സൂറത്ത് ഒരു 40 വട്ടം നിങ്ങൾ ഓതിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളുടെ രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കി തരുന്നതാണ്. പടച്ചവനെ അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസ് ബർക്കത്ത് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റഹ്മാൻ റഹീമായ അല്ലാഹുവേ നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വങ്ങൾ പറഞ്ഞ മജ്ലിസാണ് അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയം കൈവരിക്കാനുള്ള സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. നിന്റെ പരിശുദ്ധ ഖുർആൻ വലിയ അമാനുഷികതയുള്ള ഖുർആനാണ് റബ്ബേ. അത് ഓതുന്നവർക്ക് ബർക്കത്ത് നൽകുന്ന, അത് ഇറങ്ങിയ ഭാഗങ്ങളിൽ ബർക്കത്ത് നൽകുന്ന പടച്ചവനെ അല്ലാഹു എന്തുകൊണ്ടും റബ്ബേ നീ അത് ഓതുന്നവർ ഇരുലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്ന പടച്ചവനെ എന്തുകൊണ്ടും ബർക്കത്താക്കപ്പെട്ട ഖുർആൻ അല്ലാഹു അത് ഓതാൻ അതിന്റെ മഹത്വങ്ങൾ പറഞ്ഞ ഈ മജ്ലിസിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ സകല മുറാദുകളും ഹസനാക്കണേ പടച്ചവനെ അല്ലാഹു. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടവർക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ പല രോഗികളാണ്, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനമില്ലാത്തവരോട് ഭവനം നൽകണേ പടച്ചവനെ. ഞങ്ങളുടെ ഭവനങ്ങളൊക്കെ പണി നടക്കുന്ന പെട്ടെന്ന് പൂർത്തിയാക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവർ നീ സഹായിക്കണേ അല്ലാഹ്. സർവ്വവിധ ആപത്ത് മുസീബത്ത് ഇടങ്ങേറുകളിൽ നിന്ന് അവരെയും ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ വിവാഹപ്രായത്തെ മക്കളുണ്ട് അല്ലാഹു. സാലിഹീങ്ങളായ ഇണകളെ നൽകണേ പടച്ചവനെ അല്ലാഹു. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ പടച്ചവനെ അല്ലാഹു. കച്ചവടത്തിൽ ബർക്കത്തില്ലാത്തവർക്ക് നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കച്ചവടത്തിൽ ഞങ്ങളുടെ ജോലിയിൽ ഞങ്ങളുടെ തൊഴിലെല്ലാം നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ദാരിദ്ര്യമെന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ പടച്ചവനെ. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. അല്ലാഹു കടക്കാറാണ് ഞങ്ങൾ, പലരും ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടണേ അല്ലാഹ്. അനുഗ്രഹങ്ങളുടെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ പടച്ചവനെ. ഞങ്ങളുടെ മക്കളെയൊക്കെ അരിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്കും നാട്ടുകാർക്ക് ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാഹു. ഞങ്ങളുടെ വീഡിയോകൾ കേൾക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അല്ലാഹുവേ പല ആവശ്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് റബ്ബേ. അവരുടെ ആഗ്രഹങ്ങൾ നീ പൂർത്തിയാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളുടെ എല്ലാ മേഖലകളിലും ബർക്കത്ത് നൽകണേ അല്ലാഹ്. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും നീ ഞങ്ങളെ കാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലാണ്. സർവ്വവിധ ഐശ്വര്യങ്ങൾ നൽകണേ അല്ലാഹ്. ആപത്ത് മുസീബത്തിൽ അവരെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം നീ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ വഫഖ്നാ ലിസിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.